ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹോണ്ട സിറ്റിയാണ്. ഇത് ഹോണ്ട സിറ്റിയുടെ സെക്കൻഡ് വേരിയൻ്റാണ്. അപ്പം ഈ ഒരു ഹോണ്ട സിറ്റിയുടെ ലൈനപ്പിൽ ഏറ്റവും വാല്യൂ ഫോർ മണിയായിട്ട് പറയാൻ പറ്റിയ ഒരു വേരിയൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന സെക്കൻഡ് വേരിയൻ്റ് ആണ്. അത് വി എന്നതാണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ പേര് വരുന്നത്. 4 വേരിയൻസിൽ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഹൈബ്രിഡ് ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു 15-16 ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്ന ഒരു കസ്റ്റമർക്ക്, ഒരു അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു വാഹനം വേണമെന്ന കസ്റ്റമർക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഇന്ന് നമ്മുടെ കൂടെ. ഇതിൻ്റെ 1-2 ബെനിഫിറ്റുകൾ, അതായത് ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. ഈ ഒരു വാഹനത്തിൽ നമുക്ക് അഡാസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റ് മുതൽ തന്നെ നമുക്ക് അഡാസ് കിട്ടുന്നുണ്ട്. അതുമാത്രവുമല്ല, ഇതിൻ്റെ മാനുവൽ പതിപ്പിൽ നമുക്ക് അഡാസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മറ്റുള്ള ബ്രാൻഡുകളൊക്കെ എൻ്റെ അറിവ് എനിക്കൊന്ന് ഓട്ടോമാറ്റിക് പതിപ്പിൽ മാത്രമാണ് അഡാസും കാര്യങ്ങളൊക്കെ നൽകാറുള്ളത്. പക്ഷേ ഹോണ്ടയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സിറ്റിയുടെ കാര്യത്തിൽ മാനുവലിൽ നമുക്ക് അഡാസും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അത് സെക്കൻഡ് വേരിയൻറ്റ് മുതൽ തന്നെ നമുക്ക് അഡാസ് വരുന്നു. പിന്നുള്ളൊരു കാര്യം, ഇതിൻ്റെ മാനുവൽ പതിപ്പാണ് വേണ്ടതെങ്കിൽ 1546 ഓൺ റോഡ് വരും. ഓട്ടോമാറ്റിക് പതിപ്പാണെങ്കിൽ 1698 നമുക്ക് ഓൺ റോഡ് പ്രൈസ് വാഹനത്തിന് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യം CVT ആണ് നമുക്ക് ഓട്ടോമാറ്റിക്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 10 വർഷം വരെ വേണമെങ്കിലും ഈ വാഹനത്തിന് വാറണ്ടി എടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതേപോലെ 10 വർഷം വരെ വേണമെങ്കിലും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. വാറണ്ടിയുടെ കാര്യം എനി ടൈം വാറണ്ടി, അതായത് നിങ്ങളിപ്പോൾ ഒരു 3 വർഷം നോർമൽ വാറണ്ടി വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങളൊരു 5ാമത്തെ വർഷം 6ാമത്തെ വർഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി എടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ തന്നെ ഇൻഷുറൻസ് നിങ്ങൾ എടുക്കണം. എന്നെങ്കിൽ മാത്രം നമുക്ക് ബമ്പർ ടു ബമ്പർ 10 വർഷത്തേക്ക് നമുക്ക് എടുക്കാനായിട്ട്, പുറത്തുനിന്നുള്ള ഇൻഷുറൻസ് നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു 1.5 lakh റുപ്പീസാണ് ഇതിൻ്റെ ഒരു മിനിമം ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത്. പെർ ലാക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1650 റേഞ്ചിൽ പെർ ലാക്ക് EMI നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. 7 വർഷം വരെ തിരിച്ചടവ് കാലാവധി നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിലേക്ക് നമ്മൾ വരുന്നത്, ഇതിപ്പോൾ കാഴ്ചയിൽ ഒരിക്കലും ഒരു സെക്കൻഡ് വേരിയൻ്റ് ആണ് പറയാൻ പറ്റില്ല. കാര്യം അത്രത്തോളം ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ അവർ നൽകിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിനെ കുറിച്ച് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സ് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ ഹോണ്ട നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, അഡാസിനെ കുറിച്ച് തന്നെ പറയാം. നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ അഡാസ് നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ക്യാമറ യൂണിറ്റും കാര്യങ്ങളൊക്കെ അവിടെ പ്ലേസ് ചെയ്താൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റ് മുതൽ തന്നെ നമുക്ക് അഡാസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതുപോലെ ഫ്രണ്ട് ലുക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ഫ്രണ്ട് ലുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റിയതൊരു സെക്കൻഡ് വേരിയൻ്റ് ആണ് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ടോപ്പ് എൻഡ് എങ്ങനെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ നൽകിയിട്ടുള്ളത്, ഫീച്ചേഴ്സ് നൽകിയത്. ഓട്ടോ ഹെഡ്ലാമ്പാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. പ്രൊജക്ട് ടൈപ്പാണ്, ഹാലജനാണ്, LED കാര്യങ്ങളൊന്നുമല്ല. അത്യാവശ്യം വലിപ്പമേറിയ ഒരു ക്രോം എലമെൻറ്റ് ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം വലിപ്പത്തിൽ, ഒരുപാട് വലിപ്പമൊന്നും പറയാൻ പറ്റില്ല. ഗ്രില്ലിന് ചെറിയൊരു വലിപ്പത്തിലുള്ള ഒരു ഗ്രില്ല് നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഹോണ്ടയുടെ ഒരു ലോഗോ സെൻട്രലായിട്ട് വളരെ മനോഹരമായിട്ട് ആ ക്രോം എലമെൻറ്റിനുള്ളിലായിട്ട് അവർ പ്ലേസ് ചെയ്തു. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ എയറിൻ്റെയും കാര്യങ്ങൾ നൽകുന്ന രീതിയിൽ ആ ഒരു താഴ്ഭാഗത്തായിട്ട് എയറിൻ്റെയും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആ ഒരു ബമ്പർ യൂണിറ്റിൻ്റെ ഡിസൈൻ പറയുന്ന നല്ല രസമുണ്ട്. ആ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ ആയാലും നല്ല സ്പോർട്ടി ഫീൽ കിട്ടുന്നുണ്ട്. നോർമലി വരുന്ന ഒരു ഫോഗ്ലാം യൂണിറ്റാണ് വരുന്നത്. അവിടെ നമുക്ക് LEDയോ അങ്ങനെ പ്രൊജക്ട് ടൈപ്പ് ഫോഗ്ലാം യൂണിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഈ ഒരു വാഹനത്തിൽ അവർ നൽകിയിട്ടുള്ളത്. ഹുഡിൻ്റെ പോർഷനിലേക്ക് വന്നാൽ മോശമില്ലാത്ത ക്യാരക്ടർ ലൈൻസൊക്കെ നമുക്ക് ആ ഒരു ഹുഡിൻ്റെ പോർഷനിലായിട്ട് കാണാം. അത്യാവശ്യം ഒഴുകി ഇറങ്ങിയിരിക്കുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ പാറ്റേൺ ഉണ്ട്. ആ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ ആയിട്ടായാലും ആ ഒരു ഡിസൈൻ പാറ്റേൺ നല്ല ഒഴുകി ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ നൽകിയിട്ടുള്ളത് നമുക്ക് കാണാം. ഈ ഒരു ഫ്രണ്ട് ലുക്കിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് അഡാസ് വരുന്ന ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ. അതേപോലെ തന്നെ പ്രൊജക്ട് ഹെഡ്ലാമ്പ് യൂണിറ്റ്, അത് ഓട്ടോ ഹെഡ്ലാമ്പ് യൂണിറ്റുമാണ് നൽകിയിട്ടുള്ളത്. അവിടെ തന്നെ സൈഡ് പോർഷനിലേക്ക് വരാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പോർഷൻ വരുന്നത്. മോശമില്ലാത്ത രീതിയിൽ സൈഡ് പോർഷൻ നമുക്ക് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു സെക്കൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് ലൈൻ വാച്ച് ക്യാമറയും നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്നില്ല. ഇതിൻ്റെ ഒരു ലെങ്ത് വിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വരാം. ലെങ്ത് ആണെങ്കിൽ ഒരു 4549 mm ലെങ്ത് വരുന്നുണ്ട്. 1748 mm വിട്ട് വരുന്നുണ്ട്. 1489 mm ഹൈറ്റ് നമുക്ക് വരുന്നുണ്ട്. 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് അവൈലബിൾ ആണ്. 2600 mm വീൽ ബേസും ഈ വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സൈഡ് പോർഷനിലായിട്ട് നല്ല രീതിയിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ലൈൻ വാച്ച് ക്യാമറ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ അല്ല എന്ന് ഞാൻ ഓൾറെഡി എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ മിററിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് വലിപ്പത്തിലുള്ള മിറർ യൂണിറ്റ് വരുന്നുണ്ട്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ വരുന്നു. ആ ഒരു ടേണിൻ്റെ ലൈനിങ് നല്ല രസത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ബി പില്ലറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു ബി പില്ലർ നൽകിയത്. വേറെ ഒരുപാട് ക്രോം എലമെൻറ്റ്സോ കാര്യങ്ങളോ നമുക്ക് ആ ഒരു സൈഡ് പോർഷനിലായിട്ട് കാണാനായിട്ട് പറ്റില്ല. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അലോയ് വീൽ അവൈലബിൾ ആണെന്നുള്ള കാര്യവും എടുത്ത് പറഞ്ഞേക്കാം. 6 എയർ ബാഗ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. മോശമുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ടൈം കട്ട് അലോയ് വീലാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. 2 കളേഴ്സിൻ്റെ കോമ്പിനേഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഗുഡിയറിൻ്റെ ടയറാണ് വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടയർ പ്രൊഫൈൽ വരുന്നത് 15 ഇഞ്ചിൻ്റെ ടയർ പ്രൊഫൈൽ നൽകിയിട്ടുള്ളത്.
185/60R15 ആണ് വാഹനത്തിൻ്റെ ടയർ പ്രൊഫൈൽ കമ്പനി നൽകിയിട്ടുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡ് പോർഷനിൽ പറയാനായിട്ടുണ്ട്. ഇപ്പോൾ സൈഡിലേക്ക് വന്ന സമയത്ത് ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്, അലോയ് വീൽ അവൈലബിൾ ആണെന്നുള്ളൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. കീലെസ് എൻട്രി ഓപ്ഷനും ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ അവർ നൽകി. ഡിഫോഗർ ലൈൻ, ഷാർഫിന് ആൻറ്റിന വരുന്നുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പിലാകുമ്പോൾ നൽകിയിട്ടുള്ളത് കാണാം. ടെയിൽ ലാമ്പ് യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ LED-യിലാണ് നൽകിയിട്ടുള്ളത്. സിറ്റി എന്നൊരു ബ്രാൻഡിങ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടെ IV ടെക് എന്നൊരു ബ്രാൻഡിങ് കൂടി വരുന്നുണ്ട്. ലൈറ്റ്സിൻ്റെ ഡിസൈൻ പാറ്റേൺ ഒക്കെ കൊള്ളാം. റിവേഴ്സ് സെൻസർ, അതേപോലെ തന്നെ റിവേഴ്സ് ക്യാമറ അവൈലബിൾ ആണ്. 508 ലിറ്ററാണ് ഇതിൻ്റെ ബോട്ട് സ്പേസ് കമ്പനി നൽകിയത്. നല്ല മാസീവ് ആയിട്ടുള്ള ഒരു ബോട്ട് സ്പേസ് വാഹനത്തിൽ അവർ നൽകിയിട്ടുണ്ട്. ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ടുള്ളൊരു ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വാഹനത്തിൽ അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ല. റിയർ സൈഡിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പോരായ്മകൾ പറയേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കിനി അകത്തേക്കൊന്ന് കയറാം. തുടക്കത്തിൽ തന്നെ നമുക്കൊരു ഡോർ പാഡിലേക്ക് വരാം. നല്ല അത്യാവശ്യം പ്രീമിയം രീതിയിൽ തന്നെ ഒരു ഡോർ പാഡ് ഇതിനോട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു പൊസിഷൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയും നമുക്ക് ആ ഒരു സോഫ്റ്റ് മെറ്റീരിയൽസ് തന്നെ അവർ യൂസ് ചെയ്തു. 4 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്. മിറർ, ഫോൾഡിംഗ് ഓപ്ഷനും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. വേരിയൻറ്റിൽ ചേസിസ് നമ്പറൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് ആ ഒരു പോർഷനിൽ നൽകിയിട്ടുണ്ട്. ഫീൽഡ് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു പോർഷനിലായിട്ടാണ് അവർ ഫീൽഡ് അല്ല, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു പോർഷനിലായിട്ട് അവർ നൽകി. അതൊരു ഫീൽഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിലത്തെ വുഡ് ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷനും ആ ഒരു പോർഷനിലായിട്ട് അവർ പ്ലേസ് ചെയ്തു. ഇവിടേക്ക് വരുന്ന സമയത്ത് സ്റ്റോറേജ് സ്പേസ്, ഒരു ഹിഡൻ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം, പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടില്ല, നൽകിയിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടനും അതേപോലെ തന്നെ എന്താ പറയുക, ഹെഡ് ലാമ്പിൻ്റെ കൺട്രോളും, അതായത് അഡ്ജസ്റ്റ്മെൻറ്റും ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ടിൽ ആൻഡ് ടെലസ്കോപ്പിക് ആണ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ. അതേപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ ബേസ് നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. 6 എയർ ബാഗ് ഉണ്ട് എന്നുള്ള കാര്യം ഓൾറെഡി ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു കളർ തീമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. അത്യാവശ്യം പ്രീമിയം രീതിയിൽ തന്നെയും അതുപോലെ ഫീച്ചേഴ്സോട് കൂടി തന്നെയാണ് ആ ഒരു ഡാഷ്ബോർഡ് യൂണിറ്റും മറ്റും കമ്പനി ഡിസൈൻ ചെയ്തത്. ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലല്ല ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വരുന്നുണ്ട്. ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റൽ ഒന്നുമല്ല വാഹനത്തിൻ്റെ ക്ലസ്റ്റർ യൂണിറ്റ് നമുക്ക് നൽകിയിട്ടുള്ളത്. നോർമലി വന്നൊരു ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഹോണ്ടയുടെ മിക്ക വാഹനങ്ങൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കീ തന്നെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാഹനം നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഹോണ്ട കണക്ട് എന്നൊരു ഫീച്ചർ ഈ ഒരു വാഹനത്തിൽ നമുക്ക്, അതായത് ഈ ഒരു വേരിയൻറ്റിൽ തന്നെ കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഹോണ്ട കണക്ട് ഉള്ളത് കൊണ്ട് തന്നെ ഏത് സ്ഥലത്തിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ വേണമെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വാഹനം ഇട്ടിട്ട് എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും മറ്റും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വരുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ബേസ് മോഡലാണെന്ന് പറയേണ്ടതായിട്ട് വരും. അല്ല നോക്കിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് വേരിയൻ്റ് ആയിട്ട് നമുക്ക് പറയാം. അപ്പം കണക്ടർ ഫീച്ചറിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ആൻഡ്രോയിഡ് ആപ്പൊക്കെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. റിവേഴ്സ് ക്യാമറ യൂണിറ്റ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ബേസ് മോഡൽ മുതൽ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഈ വാഹനത്തിൽ ഹോണ്ട സിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ചാർജിങ് സോക്കറ്റുകളും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ആ ഒരു പോർഷനിലായിട്ട് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നല്ല സ്പേസ് നൽകിയിട്ടുണ്ട്. എക്കോ മോഡ് നമുക്ക് അവൈലബിൾ ആണ്. കുറച്ചുകൂടി ഫ്യൂൽ എഫിഷ്യൻസി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്കോ മോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സെൻട്രൽ ടണലിലേക്കായിട്ട് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആമർസ് നൽകിയിട്ടുണ്ട്. അതിനുള്ളിലും സ്റ്റോറേജ് സ്പേസ് അവർ നൽകി. അപ്പോൾ ഡാഷ്ബോർഡിൽ ഈ ഒരു പോർഷനിലേക്കായിട്ട് ഒരു ഗ്ലോസി എലമെൻറ്റ്, ഇവിടെയായിട്ട് കുറച്ച് ലൈറ്റായിട്ട് കളർ തീമൊക്കെയാണ് നൽകിയത്. മോശമല്ലാത്ത സ്റ്റോറേജ് സ്പേസും അവർ നൽകിയിട്ടുണ്ട്. ആ ഒരു ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് നമുക്ക് അവിടെയായിട്ട് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സ്റ്റിയറിംഗിൽ കാണാം. മാനുവൽ കൺട്രോൾ ഓപ്ഷൻ വരുന്നുണ്ട്. 2 ലൈറ്റ് നൽകി. ഇവിടെയായിട്ട് ഒരു മിറർ കൂടി അവർ നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇവിടെ മിറർ വരുന്നത് നോക്കിക്കോട്ടെ. ഈ ഒരു പോർഷനിൽ നമുക്ക് മിറർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വരുന്നുണ്ട്. ഹോണ്ട കണക്ട് ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. റിവേഴ്സ് ക്യാമറ, ആൻഡ്രോയിഡ് ആപ്പിൾ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അഡാസ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ആംബ്രസ്റ്റ്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, 6 എയർ ബാഗ്, ഒരു ടോപ്പ് എൻഡ്, മറ്റുള്ള ബ്രാൻഡുകളുടെ ടോപ്പ് എൻഡിൽ വരുന്ന ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു ഹോണ്ട സിറ്റിയിൽ നമുക്ക്, അപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിസയറിൻ്റെ ഒരു ടോപ്പ് എൻഡ് എടുക്കുന്ന കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ ഇത് പരിഗണിക്കാം. കുറച്ചൊരു പ്രൈസ് കൊടുക്കണം എന്നത് ശരി തന്നെയാണ്. പക്ഷേ അടുത്ത സെഗ്മെൻറ്റിലുള്ള ഒരു വാഹനവും കിട്ടും. അതിനുള്ളിൽ വരുന്നതിനെക്കാട്ടി കൂടുതൽ ഫീച്ചർ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. സെക്കൻഡ് റോ കാണിച്ചു തരാം അവിടെ എന്തൊക്കെ വരുന്നുണ്ടെന്ന്. പെട്ടെന്ന് നമ്മളെ കണ്ണിപ്പെടുന്നത് എന്താണ്, റിയർ AC വെൻ്റാണ്. റിയർ AC വെൻ്റ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ചാർജിങ് സോക്കറ്റും ആ ഒരു പോർഷനിലായിട്ട് അവർ നൽകി. ആംബ്രസ്റ്റ് നൽകിയിട്ടുണ്ട്. 3 ഹെഡ് റെസ്റ്റ്, പക്ഷേ ഫിക്സഡാണ് ഹെഡ് റെസ്റ്റ് വരുന്നത്. അതൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ആംബ്രസ്റ്റ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയത്. ടോപ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രലായിട്ടൊരു ലൈറ്റ് ഓപ്ഷൻ കൂടി കമ്പനി നൽകിയിട്ടുണ്ട്. സ്കൂപ്പ് രീതിയിലാണ് സീറ്റ് ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് കാല് തട്ടുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വരില്ല. സെഡാനാണ്. അപ്പോൾ അത്രത്തോളം യാത്രാ കംഫർട്ട് ഈ ഒരു വാഹനത്തിൽ കിട്ടും. ഫ്രണ്ടിലത്തെ ഡോർ പാഡ് കണ്ടതുപോലെ തന്നെ സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ള. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും ആ ഒരു പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു റിയർ പോർഷനിൽ പറയേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ വരുന്നില്ല.
1.5 ലിറ്റർ 4 സിലിണ്ടറാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ നമുക്ക് വരുന്നത്. 4 സിലിണ്ടറാണെന്ന് പറഞ്ഞ് 121 PS 145 Nm ടോർക്ക് നമുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ റിയൽ ലൈഫ് മൈലേജ് നമ്മൾ നോക്കിയാൽ ഏകദേശം എനിക്ക് തോന്നുന്നു നോർമൽ ഓട്ടോ ഒക്കെ ആണെങ്കിൽ ഒരു 13-14 ആ റേഞ്ചിലായിരിക്കും നോർമൽ ഓട്ടത്തിൽ നമുക്ക് കിട്ടുന്നത്. 1500 cc എഞ്ചിനാണല്ലോ. ഇനി ലോങ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 18-19 റേഞ്ചിലും കിട്ടാനായിട്ട് റിയൽ ലൈഫിൽ സാധ്യതയുണ്ട്. കറക്റ്റ് മൈലേജ് അല്ല, ഓരോരുത്തർ ഡ്രൈവിങ്ങിനനുസരിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും. എഞ്ചിൻ റൂമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വെൽ പാക്ഡ് ആയിട്ടാണ് അവർ എഞ്ചിൻ റൂം ഇരിക്കുന്നത്. ഒരുപാട് ഫ്രീ സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല. അവർ AC-യുടെ എന്താ പറയുക പൈപ്പ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ടോപ്പിൽ കൂടെ പോകുന്നതായിട്ട് കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല അവിടെ ചെറിയൊരു സപ്പോർട്ടിംഗ് ഒക്കെ കൊടുത്ത് കിടന്ന് ഒരയാത്ത രീതിയിലൊക്കെ തന്നെ അവർ പ്ലേസ് ചെയ്തു. ഇവിടെയും നല്ലൊരു സപ്പോർട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെൽ പാക്ഡ് തന്നെയാണ് ആ ഒരു എഞ്ചിൻ ബേ. ഒരു സ്പേസും കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി യൂണിറ്റും കാര്യങ്ങളൊക്കെ അവരായിട്ട് പ്ലേസ് ചെയ്തതായിട്ട് കാണാം. ഫ്യൂസ് ബോക്സും കാര്യങ്ങളൊക്കെ കാണാം. ആൾട്ടർനേറ്ററും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് പോർഷനിലായിട്ടാണ് വരുന്നത്. കംപ്രസർ യൂണിറ്റും കാര്യങ്ങളൊക്കെ താഴ്ഭാഗത്തായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു കവറിങ്ങും കാര്യങ്ങളൊക്കെ അണ്ടറിലായിട്ട് നൽകിയിട്ടുണ്ട്. ചെളിയൊന്നും അടിച്ച് തരുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരില്ല. മെയിൻ്റനൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആൾട്ടർനേറ്ററൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. കംപ്രസർ ആണെന്നുണ്ടെങ്കിൽ പൈപ്പ്സൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിലാണെങ്കിലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ പ്ലേസ് ചെയ്തേക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഹോണ്ട എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ടോപ്പിലായിട്ട് ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറൊന്നുമില്ല പറയാൻ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വരാം. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.